പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നിന്ന് വേദ വിക്രത്തെ ഇറക്കി കൊണ്ടുവന്നതിനെ തുടർന്ന് വിക്രമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് വേദ വിക്രത്തിനോട് ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന് വരികയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം കേൾക്കുന്നതിനിടയിൽ പുതിയൊരു കൗതുകമാണ് വിക്രത്തിൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. എന്തിനാണ് തന്നെ ഇങ്ങനെ അവൾ സഹായിക്കുന്നത്? അവൾക്ക് എന്ത് ലാഭമാണ് തന്നെ ഇങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് എന്നീ ചോദ്യങ്ങൾ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വിക്രം. ഇതിൻ്റെ ഭാഗമായി വേദയെ ചെന്ന് കാണുകയും വേദയോട് നീ എൻ്റെ കൂടെ ചിലവഴിക്കും തോറും നിനക്ക് തന്നെയാണ് നഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുകയും നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നോട് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് വേദ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ താലി കെട്ടിയ നിങ്ങളുടെ അരികിൽ നിന്ന് പോവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. എൻ്റെ ജീവിതം ഇവിടെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്ത് മറുപടി ഇനി പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ് വിക്രം വന്നു നിൽക്കുന്നത്. ഇതേ തുടർന്ന് വിക്രമിനോട് വിക്രമിൻ്റെ പഴയകാല സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ നേടിയ സമ്മാനങ്ങളും ഞാൻ കണ്ടു എന്ന് വേദ അറിയിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് വിക്രം. മാത്രവുമല്ല ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ വിക്രം മാറണം എന്ന് വേദ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്ന് വ്യക്തമാക്കുകയാണ് വേദയോട് വിക്രം. ഞാൻ അങ്ങനെ മാറാനൊന്നും പോകുന്നില്ല. നീ എന്നെ സഹായിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത്രയും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാനോ? ഒരിക്കലുമില്ല. അതൊന്നും നടക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വിക്രം. പക്ഷേ വിക്രമിനെ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാതെ വേദയും കൂടെ നിൽക്കുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുന്ന വിക്രം എന്നെ ഉപേക്ഷിച്ച് നിനക്ക് പോകാനുള്ള സമയമായി എന്ന് പറയുകയാണ്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വേദ ഇനിയും വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ വിക്രം തിരിച്ചെത്തിയതിനെ തുടർന്ന് വിക്രമിൻ്റെ അച്ഛൻ വിക്രത്തോട് മോശമായി വീണ്ടും സംസാരിച്ചിരിക്കുകയാണ്. ഈ വീടിൻ്റെ നാശത്തിനാണ് നീ ജനിച്ചിട്ടുള്ളത് എന്നും നിന്നെ കൊണ്ട് ഇപ്പോൾ വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന അയാൾ ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആവുകയും ചെയ്യുന്നു വേദയുടെ പ്രതീക്ഷകൾക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.